വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ആരാ അമ്മയെ കളക്ടറെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം മോളെ പ്രസവിച്ച മോളുടെ അമ്മയാണ് ഡിസ്ട്രിക്ട് കളക്ടർ എന്നെനിക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്യാമ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പിന്നെ വലിയ ആളാണ് എന്നൊക്കെ ഇങ്ങനെ വലിയ മനസ്സുള്ള ആളാണ് എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ കരുതുകയാണ്, ആ വലിയ മനസ്സുള്ളത് കൊണ്ടാണ് എനിക്ക് മോളുടെ അമ്മയായിട്ട് ഇവിടെ ഇരിക്കാൻ സാധിക്കുന്നത്, ഈ വീടിൻ്റെ മരുമകളായിട്ട് നിൽക്കാൻ സാധിക്കുന്നതുമൊക്കെ കുഞ്ഞേച്ചിയുടെ വലിയ മനസ്സുകൊണ്ടാണ് എന്നൊക്കെ പറയുകയാണ്. അന്നേരം പിന്നെ ഈ പപ്പിക്കുട്ടി പറയുകയാണ്, സത്യ പറയുമല്ലോ, സത്യയുടെ അമ്മയാണെങ്കിൽ വലിയ ഓഫീസറാണെന്ന്. അപ്പോൾ എൻ്റെ അമ്മയും കളക്ടറായാൽ മതിയായിരുന്നു. അപ്പോൾ സത്യയെപ്പോലെ എനിക്കും പറയാമല്ലോ എൻ്റെ അമ്മ കളക്ടറാണെന്ന്. കൊച്ചുങ്ങളൊക്കെ എത്തി കുശുമ്പൊക്കെ വിചാരിക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ്. പിന്നെ ശ്യാമയ്ക്കങ്ങ് സങ്കടം വരികയാണ്. അപ്പോൾ ഈ അമ്മ മോൾക്ക് ആരുമല്ലാതാവില്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ അമ്മ എന്തിനാ കരയുന്നത്? അമ്മ കളക്ടറായാൽ മതി എന്ന് പറയുകയാണ്. എനിക്ക് കളക്ടർ മന്ത്രിയൊന്നും ആവാൻ വയ്യ, എനിക്ക് മോളുടെ അമ്മയായാൽ മതി എന്ന് പറഞ്ഞങ്ങ് കരയാൻ തുടങ്ങുമ്പോൾ ഈ അമ്മ കരയൊന്നും വേണ്ട, ഞാൻ അമ്മയുടെ മകളും ഈ മകളുടെ അമ്മയായ അമ്മയും അങ്ങനെ മതി എന്നും പറഞ്ഞ് ഒരു കോംപ്രമൈസ് എന്ന പോലെ കുട്ടി ഇങ്ങനെ കരച്ചിൽ ശ്യാമയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. തുടർന്ന് ശ്യാമയങ്ങ് ചിരിയൊക്കെ വരുത്തുന്നുണ്ട്. ഇനി എനിക്ക് എൻ്റെ അമ്മ മാത്രം മതി, കളക്ടർ ആരും ആവണ്ട എന്നൊക്കെ പറയുകയാണ്. അന്നേരം ശ്യാമയെ പപ്പിക്കുട്ടി അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ആരൊക്കെ വന്നാലും എൻ്റെ മോളെ എൻ്റെ നെഞ്ചിൽ നിന്നും പറിച്ചെടുത്തുകൊണ്ട് പോകാതിരുന്നാൽ മതി, ആ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. തുടർന്ന് അങ്ങനെ കുറേ നേരം നിൽക്കുന്നുണ്ട്. പപ്പി ശ്യാമയെ സന്തോഷിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീട്ടിലാണെങ്കിൽ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ കസേരയിൽ ഇരിക്കുകയാണ്. ശാരദാമ്മ ആരോടെ ഫോൺ ചെയ്യുകയാണ്. നാളെ തന്നെ എത്തുമല്ലോ എന്നൊക്കെ ചോദിച്ച് ഫോൺ വയ്ക്കുകയാണ്. തുടർന്ന് നീ എന്ത് തീരുമാനിച്ചു എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോൾ ശാലിനിയോടൊന്ന് പറയാം, തീരുമാനിക്കേണ്ടത് അവളല്ലേ, എന്നാലും റെക്കമെൻഡേഷൻ ഒന്നും പാടില്ലല്ലോ, അതൊരു റെക്കമെൻഡേഷൻ അല്ലേ എന്നൊക്കെ ശാരദാമ്മ ചോദിക്കുകയാണ്. അന്നേരം നീ ഒന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്, ഉചിതമായ തീരുമാനങ്ങൾ അവൾ എടുത്തോട്ടെ എന്ന് പറയുകയാണ്. ഒരു കാലത്ത് നിനക്ക് അവരും ഉപയോഗപ്രദമായി നിന്നതല്ലേ എന്നൊക്കെ പറയുകയാണ്. അന്നേരം ആരുടെയോ ജോലിക്കാര്യമോ എന്തോ റെക്കമെൻഡേഷൻ ചെയ്യുന്ന കാര്യമാണ് അവിടെ ശാരദാമ്മയും ഗോപാലകൃഷ്ണനും കൂടി സംസാരിക്കുന്നത്. തുടർന്ന് ശാരദാമ്മയാണെങ്കിൽ ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ശ്രീരഞ്ജിനി വന്നിട്ടുണ്ട്. ശ്രീരഞ്ജിനിയും വേറെ 2 പോലീസ് കോൺസ്റ്റബിൾമാരൊക്കെ ഉണ്ട്. അന്നേരം മാഡത്തിൻ്റെ തീരുമാനത്തിന് മാറ്റവുമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ശ്രീരഞ്ജിനി ചോദിക്കുമ്പോൾ ഇല്ല എന്നിങ്ങനെ തറപ്പിച്ച് അങ്ങ് ശാലിനി പറയുകയാണ്. ശാലിനിയുടെ കൂടെ സത്യയും ഇരിപ്പുണ്ട്. തുടർന്നാണ് ശാരദാമ്മ വരുമ്പോൾ ഒഫീഷ്യൽ കാര്യമാണ് സംസാരിക്കുന്നതെന്ന് കരുതി ശാരദാമ്മ അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ശാരദാമ്മ വന്നാട്ടെ ഒഫീഷ്യൽ കാര്യമൊക്കെ കഴിഞ്ഞു എന്ന് പറയുകയാണ്. ശാരദാമ്മയും കൂടി കേൾക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കാൻ പറയുകയാണ്. തുടർന്ന് അവരോടൊപ്പം ശാരദാമ്മ ഇരിക്കുന്നുണ്ട്. ശാന്തയും കൂടി വന്ന് നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, ശ്രീരഞ്ജിനിയോട് ശാരദാമ്മയാണെങ്കിൽ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മോളിപ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥയായില്ലേ, തൊപ്പിയൊക്കെ മാറിയല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ തൊപ്പിയൊക്കെ എടുത്ത് നോക്കുകയാണ്. അന്നേരം ADGP ആയി എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മയ്ക്ക് അതങ്ങോട്ട് മനസ്സിലാകുന്നില്ല. തുടർന്ന് പറയുന്നുണ്ട്, നമ്മുടെ പോലീസ് അന്വേഷണത്തിൽ തേച്ചു മാച്ച് കളഞ്ഞ മർഡർ കേസുകൾ, കണ്ടുപിടിക്കാത്ത എല്ലാ പിന്നെ കേസുകളൊക്കെ ചുമതലപ്പെടുത്തുന്നത് നല്ലൊരു IPS ഓഫീസറാണ് ഇപ്പോൾ ശ്രീരഞ്ജിനി ചേച്ചി എന്നൊക്കെ ഒളിഞ്ഞു നിന്ന് കണ്ടുപിടിക്കും എന്നൊക്കെ അങ്ങ് പൊഴുത്തി പറയുമ്പോൾ അത്രയ്ക്ക് കുമ്പൊന്നും വേണ്ട എന്നൊക്കെ ശ്രീരഞ്ജിനി പറയുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, ശാലിനിയെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളതെന്നാണ് ശ്രീരഞ്ജിനിയോടെ പറയുന്നത്. ശാരദാമ്മയുടെ മകളുണ്ടല്ലോ, ഒരു സിവിൽ പിന്നെ ഉദ്യോഗസ്ഥയാണ്, ഈ കേരളത്തിന് മൊത്തം വേണ്ട ഒരു കുട്ടിയാണ്. അപ്പോൾ ജീവൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞു വരുന്നത്. പണ്ട് പഞ്ചാബിലും ഒറീസയിലും ഉണ്ടായിരുന്നപ്പോൾ തീവ്രവാദികളുമായിട്ടൊക്കെ നന്നായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരിൽ കുറച്ച് പേര് കേരള ബോർഡറിലേക്ക് കടന്നു എന്നൊരു സൂചന കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ടെന്നാണ് പറയുന്നത്. വേണ്ടാന്ന് എഴുതി തന്നത് കൊണ്ടാണ് ഒരു പോലീസിനെ പോലും ഈ വീട്ടിലോ കൂടെയോ ഒന്നും അയക്കാത്തത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്കൊക്കെ പേടിയാവുകയാണ്. അന്നേരം വേണ്ട, അമ്മ ഇതിൽ ഇടപെടണ്ട, എനിക്ക് ജനിച്ചാൽ എന്തായാലും മരിക്കേണ്ടി വരും, അത് അങ്ങനെയുള്ളത് തന്നെയാണല്ലോ. ഇപ്പോൾ സാധാ VIP-കളുടെ സംരക്ഷണത്തിന് വേണ്ടി ഖജനാവിൽ നിന്ന് ഒരുപാട് പൈസയൊക്കെ ചിലവാക്കുന്നല്ലോ, അപ്പോൾ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജനിച്ചാൽ ഒരു മരണം സുനിശ്ചിതമാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ശ്രീരഞ്ജിനിയോട് ശാരദാമ്മയോടും ഒക്കെ തനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ട എന്നിങ്ങനെ ശല്യങ്ങൾ തറപ്പിച്ച് പറയുകയാണ്. അന്നേരം സത്യം പറയുന്നുണ്ട്, ഒറീസയിലായിരുന്നപ്പോൾ എൻ്റെ അമ്മയെ തൊട്ടിട്ടില്ല, പിന്നെയാണ് ഇവിടെ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ജൂനിയർ ചാൻസലറാണെങ്കിൽ കൊള്ളാമല്ലോ എന്നിങ്ങനെ ശ്രീരഞ്ജിനി പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി പറയുകയാണ്, മാഡം ഇറങ്ങാനായിട്ട് ഒരു 5-10 മിനിറ്റ് സമയം തന്നാൽ ഇവിടുത്തെ കേരളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന തീവ്രവാദികളുടെ ഒളിസംഖ്യത്തെക്കുറിച്ച് എനിക്ക് രഹസ്യ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ഞാൻ കൈമാറാം എന്ന് പറയുകയാണ്. തുടർന്ന് അവർ തങ്ങളിലൊന്ന് സംസാരിക്കുമ്പോൾ ശാരദാമ്മയും ശാന്തയും ഒക്കെ അങ്ങ് മാറിപ്പോവുകയാണ്.
തുടർന്ന് തിരികെ അങ്ങ് ഗോപാലകൃഷ്ണൻ്റെ അടുത്തേക്ക് ശാരദാമ്മ ചെല്ലുമ്പോൾ എന്താ നീ പറഞ്ഞില്ലേ ചോദിക്കുകയാണ്. അന്നേരം ഞാൻ പറഞ്ഞില്ല, അവൾ ആരുടെയും പരാതിയും പരിഭവം ഒന്നും വില കൽപ്പിക്കില്ല, സ്വന്തം ജീവന് പോലും അവൾ വില കൽപ്പിക്കില്ല, പിന്നെയാണ് നമ്മുടെ പരാതി. ഇനിയിപ്പോൾ ദൈവങ്ങൾ മാത്രമേ തുണയുള്ളൂ, നാളെ രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോകണം, എന്തെങ്കിലും വഴിപാട് ഒക്കെ വിഘ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അകറ്റാനായിട്ട് അതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങ് ശാരദാമ്മയ്ക്ക് പ്രാർത്ഥന പോലെ ഇരിക്കുകയാണ്. ശാരദാമ്മയ്ക്ക് അന്നേരം നല്ല സങ്കടമാകുന്നുണ്ട് ശ്രീരഞ്ജിനി ആ പറഞ്ഞ വാർത്തയൊക്കെ കേട്ടിട്ട്. തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ കുടുംബശ്രീ വീട് തന്നെയാണ് കാണിക്കുന്നത്. അവിടെ 2 പോലീസുകാരൊക്കെ വീട്ടിൻ്റെ മുറ്റത്ത് നിൽപ്പുണ്ട്. ഈ സമയത്ത് ശാന്തയാണെങ്കിൽ ഹോട്ടലിൽ എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പുകയാണ്. തുടർന്ന് അവിടേക്ക് ഒരു കാറ് വന്ന് നിൽക്കുകയാണ്. അതിൽ നിന്ന് ഇറങ്ങുന്നത് സൈജു കുറുപ്പും കലാരഞ്ജിനിയുമാണ് ഇറങ്ങുന്നത്. അന്നേരം ഇതാണോ ചേച്ചി പറഞ്ഞ കുടുംബശ്രീ ഹോട്ടലെന്നും പറഞ്ഞ് സൈജു കുറുപ്പാണെങ്കിൽ ചുറ്റുമൊക്കെ നോക്കുകയാണ്. അന്നേരം അതെ, കുടുംബശ്രീ ഹോട്ടൽ, കുടുംബശ്രീ ശാരദ ഫേമസ് അല്ലേ, നല്ല ഭക്ഷണമാണെന്ന് പറഞ്ഞ് അവരിങ്ങനെ മുറ്റത്ത് നിന്ന് നോക്കുകയാണ്. അന്നേരം ശാന്തയോട് അത് ആരാ എന്നിങ്ങനെ ഇരിക്കുന്നവർ തിരക്കുന്നുണ്ട്. അന്നേരം അറിയില്ലേ, സിനിമാ താരങ്ങളാണ് സൈജു കുറുപ്പും കലാരഞ്ജിനി ചേച്ചി എന്ന് പറയുകയാണ്. തുടർന്ന് അവരിങ്ങനെ ഹോട്ടലിന് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഈ സത്യ അകത്തുനിന്ന് ഓടി വരികയാണ്. അന്നേരം സൈജു കുറുപ്പിനെ കണ്ടിട്ട് അമ്പോ അറയ്ക്കൽ അബൂ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി സത്യമാണെങ്കിൽ ഓടി അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. തുടർന്ന് ഹോട്ടലിനകത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും നമസ്കാരമൊക്കെ പറയുകയാണ്. ഇരിക്കുന്നവരൊക്കെ എഴുന്നേറ്റ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ സീറ്റൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്, ഇരിക്കുന്നുണ്ട്. തുടർന്ന് ഓരോരുത്തരായിട്ട് ഞങ്ങൾ സെൽഫി എടുത്തോട്ടെ എന്ന് പറയുമ്പോൾ ഓരോരുത്തരായിട്ട് സെൽഫി എടുക്കാനൊക്കെ അവർ ഇരുന്ന് കൊടുക്കുകയാണ്. ശാന്തയ്ക്കാണെങ്കിൽ ആകെ സന്തോഷം തന്നെയാണ്. ഇതേസമയം അകത്തേക്ക് ഓടിച്ചെന്ന സത്യമാണെങ്കിൽ അമ്മ അവിടെ ഹോട്ടലിലെന്നും പറഞ്ഞ് വെപ്രാളപ്പെട്ട് പേടിച്ച പോലെ നിൽക്കുകയാണ്. അന്നേരം ശാലിനി ആദ്യം ഓർക്കുന്നത് തലേ ദിവസം ശ്രീരഞ്ജിനി വന്ന് പറഞ്ഞല്ലോ തീവ്രവാദികൾ കേരള ബോർഡർ കടന്നിട്ടുണ്ട്, അപ്പോൾ ഇനി അവരാരെങ്കിലും ആണോ എന്നും പറഞ്ഞ് പേടിക്കുന്ന ശാലിനി ആണെങ്കിൽ ഓടി ഇറങ്ങി ഹോട്ടലിന് അകത്തേക്ക് വരികയാണ്. കൂടെ സത്യമുണ്ട്, പോലീസുകാരും ഒക്കെ ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ഹോട്ടലിനകത്ത് അവരിയ്ക്കുന്നത് കാണുക, അവരിങ്ങനെ സെൽഫി എടുക്കുന്നതൊക്കെ കാണുന്നത്. അവരെ കാണുമ്പോൾ ശാലിനിക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് അകത്തേക്ക് ചെന്നിട്ട് നമസ്കാരമൊക്കെ പറയുകയാണ്. ഞാൻ ശാരദാമ്മയുടെ മകൾ ശാലിനിയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുന്നുണ്ട്, സിനിമകളൊക്കെ കാണാറുണ്ടെന്നൊക്കെ പറയുകയാണ്. തുടർന്ന് ശാരദ എവിടെയും ചോദിക്കുമ്പോൾ അമ്പലത്തിൽ പോയി എന്ന് കലാരഞ്ജിനിയോട് പറയുന്നുണ്ട്. തുടർന്ന് പുതിയ സിനിമ ഏതാണെന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഭരതനാട്യമാണ്, ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണ്, സൈജു ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ട്രെയിലർ സൈജുവിൻ്റെ ഫോണിൽ തന്നെ എടുത്ത് അവിടെ ഫുള്ള് കാണിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ ഒരു പരസ്യം പോലെയാണ് അത്രയും സീൻ അവിടെ കാണിക്കുന്നത്. ആ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ആ ട്രെയിലർ മൊത്തം അതിൽ കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ സത്യം അപ്പോൾ സിനിമ അടിപൊളിയായിരിക്കും, എല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്നൊക്കെ അവർ പറയുകയാണ്. തുടർന്ന് അമ്മ എനിക്ക് കാണണം സിനിമ എന്നിങ്ങനെ സത്യം പറയുമ്പോൾ ആഹാ എന്നും പറഞ്ഞ് സൈജു കുറുപ്പ് ഇരിക്കുകയാണ്. ഇത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അത് പരസ്യമായിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഇനി എന്തായാലും ശാലിനി വിഷ്ണുലോക ഹോട്ടലിലേക്ക് പോകുന്ന സീനാണ് അടുത്തതായിട്ട് വരുന്നത്. അത് അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, താങ്ക് യു.